നമ്മുടെ കഷ്ടകാല സമയങ്ങളിൽ കൈ പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കഥ പോലെയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ പിറകിലായിട്ട് നിൽക്കുന്നത്. ധന്യ ചേച്ചിയും മനോജേട്ടനും ഈ കലോത്സവ വേദിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ കണ്ടുമുട്ടിയ രണ്ടുപേരാണ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൊക്കെ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കൂടുതലൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്താണ് കലോത്സവ വേദിയിലൂടെ ഇങ്ങനെ നടക്കുന്നതാണ് കണ്ടത്? കലോത്സവമൊക്കെ കണ്ടോ? ഇഷ്ടമായോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ വരും. ഒറ്റ സെക്കൻഡ് പറയാത് എന്ന് വെച്ചാൽ ഞാൻ സ്കൗട്ടായിരുന്നു. ഞങ്ങളാണ് ഈ കർട്ടനൊക്കെ വലിക്കുക. ഇപ്പോൾ കളിക്കണില്ലേ. എനിക്ക് ഇവിടെ വന്നപ്പോൾ പഴയ ചെറുപ്പകാലം ഓർമ്മ വന്നു. എനിക്ക് സങ്കടം വന്നു. ഞങ്ങൾ ആ കുട്ടിക്കാലം നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഭാര്യനെ കിട്ടിയ കാരണം ഞാൻ സന്തോഷമായിട്ട് പോണു. ഇപ്പോൾ അതാണ് നിങ്ങളുടെ ഈ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ പണ്ട് കണ്ടതാ, പിന്നെ ഇപ്പോഴാണ് നേരിട്ടൊന്ന് കാണുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായ ഒന്നാണ്. ഒരു ചിരി ബമ്പർ ചിരിയിൽ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. അറിയാലോ, സംഭാഷണത്തിന് ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ചില വാക്കുകളൊന്നും പറയാൻ പറ്റുന്നില്ല. എങ്കിലും ചേട്ടൻ നമ്മുടെ കൂടെ, കുട്ടി നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് സന്തോഷമാണ്. അറിയാലോ, എൻ്റെ അസുഖത്തിനെ കുറിച്ച് ADM എന്ന അസുഖമാണ് എനിക്ക്. ഒരു 6 മാസം കൂടുന്നവരും ബ്രെയിനിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതിന് ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ഏകദേശം 2 മാസമേ ആയിട്ടുള്ളൂ. അതിന് ചെറുതായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. തരണം ചെയ്ത് കരകാട്ടം, ശിങ്കാരിമേളം, പാട്ട് എഴുതും, പാടും. ഇപ്പോൾ ഒരു ടെലിഫിലിമിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി അത് ഡയറക്റ്റ് ചെയ്ത് ഞാൻ ഡയറക്ഷൻ ചെയ്തു. അത് റിലീസ് ചെയ്യും. February 6 റിലീസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കുട്ടികളുടെ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. എല്ലാവരും കാണണമെന്ന് വെച്ചാൽ കണ്ടേ പറ്റൂ. എന്നുവെച്ചാൽ ഈ ചെറിയ ചെറിയ ഉണ്ണികളാണ് ഇപ്പോൾ മയക്കുമരുന്ന് മിഠായിലൂടെ രൂപേണ മയക്കുമരുന്ന് കഴിക്കുന്നത്. എല്ലാ സ്കൂളും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറയ്ക്കണം. നമ്മൾ തന്നെ തയ്യാറാവണം. അത് കാരണം എല്ലാവരും ജസ്റ്റ് റിമെമ്പർ ദാറ്റ് കാണണം. അല്ല, അന്നുണ്ടല്ലോ നമ്മൾ ആ പാട്ട് കേട്ടായിരുന്നു ചേച്ചി എഴുതി. നമുക്ക് വേണ്ടി ഒന്നുകൂടി പാടാവോ? പാടാം. ഫുള്ളായിട്ട് പറഞ്ഞതൊക്കെ അകലം നീ കാണിച്ചപ്പോ കാണാനുള്ള മോഹവും കൂടി എന്നെഞ്ചോടു ചെന്നിരിപ്പാൻ പെണ്ണെ ഏറെ നാൾ നീ കൊതിച്ചില്ലേ. എന്നെഞ്ചോടു ചെന്നിരിപ്പാൻ പെണ്ണെ ഏറെ നാൾ നീ കൊതിച്ചില്ലേ. ഇന്നോളം എന്നെ സ്നേഹിപ്പാൻ നിന്നോളം ആരുലേടി. ഇന്നോളം എന്നെ സ്നേഹിപ്പാൻ നിന്നോളം ആരുലേടി. ഞാനറിയാതെ പൊന്നേ നീ എൻ്റെ എല്ലാമായി. ഞാനറിയാതെ പൊന്നേ നീ എൻ്റെ എല്ലാമായി. നീ എൻ്റെ കുഞ്ഞോളാടി, നീയില്ലേ ഞാനില്ലേടി. നീ എൻ്റെ കുഞ്ഞോളാടി, നീയില്ലേ ഞാനില്ലേടി. ഒന്നും പറയാതെ നീ അന്നു നീ പോയതല്ലേ. ഒന്നും പറയാതെ നീ അന്നു നീ പോയതല്ലേ. നീ എൻ്റെ കുഞ്ഞോളാടി, നീയില്ലേ ഞാനില്ലേടി. അടിപൊളിയായിട്ട് പാടി. ഇത് മോനാണല്ലേ? മോൻ എന്താ ചെയ്യുന്ന? മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദേവമാതാ സ്കൂളിൽ പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ. ഇപ്പൊ അസുഖമൊക്കെ ഓക്കെ ആയിട്ട് വരുന്നു. ഇഞ്ചക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും ഡോക്ടർമാർ പറഞ്ഞിട്ട് അതൊന്നും ചിന്തിക്കാനേ പാടില്ല. ഞാൻ ചിന്തിക്കുന്നില്ല. സുന്ദരമായ ലോകം നമുക്ക് മുമ്പിൽ നിൽക്കേണ്ട. ഒത്തിരി കാണാനും കേൾക്കാനും ഒക്കെ ഒത്തിരി നമ്മൾക്കുണ്ടല്ലോ. അതൊക്കെ കാണുക, ആസ്വദിക്കുക, ബാക്കിയുള്ളതൊക്കെ മറന്ന് നമ്മൾ സുഖമായിട്ട് ജീവിക്കുക. എല്ലായിടത്തും എല്ലായിടത്തും എത്തി. ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും സ്നേഹത്തിന് ഇതിലും വലിയ ഒരു കാഴ്ച ഇനി നമുക്ക് കാണിച്ചു തരാനായിട്ടില്ല. എന്തായാലും ഇവരെ പരിചയപ്പെട്ടതിൽ നമുക്കും സന്തോഷമാണ്. ക്യാമറാമാൻ ഷാൻ ജയസിനൊപ്പം വിചിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.